മക്കളെ, ഇന്ത്യയിലെ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള ജോബ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സൈലത്തിന്റെ ഫാൽക്കൺ ബാച്ച്. ഈ ഒരു ഫാൽക്കൺ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫാൽക്കൺ ബാച്ച് അവൈൽ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ്. നിങ്ങൾ ആപ്പ് സ്റ്റോർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോർ യൂസ് ചെയ്തിട്ടോ എന്ത് ചെയ്യുക, നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP രജിസ്ട്രേഷൻ വരും. അങ്ങനെ OTP വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ എത്തുന്നത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പേജിലേക്കായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. സ്കൂൾ പ്രിപ്പറേഷൻ, നീറ്റ്, JEE, KEAM, കേരള PSC അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നേരെ സെലക്ട് ചെയ്യേണ്ടത് സ്കൂൾ പ്രിപ്പറേഷൻ ആണ്. ഇനി നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ അതാണ് അടുത്തായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരിക. അവിടെ നിങ്ങൾക്ക് 4, 5, 6, 7, 8 എല്ലാം വരും. അപ്പോൾ നമുക്ക് 6 to 10 ആണ് നമ്മുടെ ഫാൽക്കൺ ബാച്ചസ് വരുന്നത്. സോ നിങ്ങൾ 6th കുട്ടികളാണെങ്കിൽ 6 സെലക്ട് ചെയ്യുക, 7ലാണെങ്കിൽ 7, ആ രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം 8 ആണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 8 സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 8ൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബാച്ചസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് സ്റ്റേറ്റിന്റെ ബാച്ച് ആയിക്കോട്ടെ, CBSEയുടെ ബാച്ച് ആയിക്കോട്ടെ, 8ന്റെ സ്പെഷ്യൽ ബാച്ചസ് ആയിക്കോട്ടെ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫാൽക്കൺ ക്ലാസ് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഈ കോഴ്സിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബൈ നൗ ഓപ്ഷൻ കൊടുക്കുക. ഇനി ബൈ നൗവിൽ എന്താണ് നിങ്ങൾക്ക് ഇത് ആക്ച്വലി നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നിങ്ങൾ ഒരു ബാച്ചിലും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ, അതായത് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫാൽക്കൺ ബാച്ച് മാത്രമാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നമ്മുടെ ഫാൽക്കൺ ബാച്ച് അവൈൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ നോർമലി ഉള്ള CBSE സ്റ്റേറ്റ് ബാച്ചസിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ 3 പ്ലാൻസ് ആയിട്ടാണ് ഇത് വരുന്നത്. നമ്മുടെ ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റി പ്രോ പർച്ചേസ് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഫാൽക്കൺ ബാച്ച് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി ഫാൽക്കൺ ബാച്ച് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളിപ്പോൾ ബേസ് പ്ലാൻ എടുത്ത കുട്ടിയോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്ലാൻ എടുത്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതി. അവിടെ തന്നെയുള്ള എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫാൽക്കൺ ബാച്ചിനുള്ള ആക്സസ് കിട്ടും. ഇനി നമ്മുടെ ഒരു ബാച്ചസിലും ഇല്ലാത്ത കുട്ടികളാണെങ്കിലാണ് ഡയറക്റ്റ് ഫാൽക്കൺ മാത്രമാണ് എടുക്കേണ്ടെങ്കിൽ ഇതേ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഫാൽക്കണിലേക്ക് തന്നെ എൻട്രി ചെയ്യുക. എന്നിട്ട് അവിടെ എത്രയാണോ എമൗണ്ട് കാണിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് എൻറോൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കൂപ്പൺ കോഡ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെയായിട്ട് സേവ് 10% മോർ ഓൺ ദിസ് ഓർഡർ എന്ന് കാണാൻ വേണ്ടി പറ്റും. കാര്യം ഇപ്പം നമുക്കൊരു മൺസൂൺ ഓഫർ റണ്ണിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട കൂപ്പൺ കോഡാണ് നമ്മുടെ XYMSN10 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡാണ്. സോ ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫറോടുകൂടി ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാൽക്കൺ ബാച്ചസിനെ പറ്റി ഇനിയും അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അതായത് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ബെസ്റ്റ് ചോയ്സ് ആണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നോർമൽ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോർമലായിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു സിലബസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് പുറമേ ആയിട്ട് എക്സ്ട്രാ കാര്യങ്ങളാണ് നിങ്ങളിപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുക. അതായത് നിങ്ങളുടെ നോർമൽ എക്സാംസ് അങ്ങനെ തന്നെ പോകും, അതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്. അത് ഏത് ക്ലാസ്സിലുള്ള കുട്ടികളായിക്കോട്ടെ. ഇപ്പോൾ 7ലാണെങ്കിൽ അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവൽ 8, 9, 10 ലെവലിലായിരിക്കും അവർ പഠിക്കുന്നുണ്ടാവുക. 9th കേസിലാണെങ്കിൽ അവർ 10, 11, 12 എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മുടെ 11th, 12th ആണ് നമ്മുടെ നീറ്റ്, JEEന്റെ സിലബസ് ഒക്കെ വരുന്നത് അല്ലേ. സോ ബേസ് സെറ്റ് ആയാൽ മാത്രമേ ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. അല്ലാതെ നിങ്ങൾക്ക് 11th, 12th എത്തുന്ന സമയത്ത് നിങ്ങളുടെ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒരുപാട് ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അധികം ബേർഡൻ ഒന്നുമില്ല, നിങ്ങളുടെ നോർമൽ സിലബസേ പഠിക്കാനുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ അതിനോട് ചേർന്ന് കിടക്കുന്ന ടോപ്പിക്സും കൂടി നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ 11th, 12th എത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ്. പിന്നെ നമ്മുടെ നോർമൽ ആപ്പ് ക്ലാസ്സസ് പോലെ തന്നെയാണ് നമ്മുടെ ഫാൽക്കണിൻ്റെ ക്ലാസ്സസ് പോവുക. നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ പേൾ വീഡിയോസ്, അതായത് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വളരെ കോണ്ടന്റ് റിച്ച് ആയിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് പേൾ വീഡിയോസ് ആയിട്ട് പോകുന്നത്. അത് ക്ലാസ്സിന് മുന്നേ തന്നെ, ലൈവ് ക്ലാസ്സിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ആദ്യം പഠിച്ചു വെക്കാം. അതിനുശേഷം ലൈവ് ക്ലാസ്സിൽ വന്ന് ആ ടോപ്പിക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ടീച്ചേഴ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത്, അതായത് കുറച്ചുകൂടി മുന്നേ നിങ്ങൾ അവിടെയും 1 സ്റ്റെപ്പ് എഹെഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതും. അതുപോലെ തന്നെ ഇനി പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യെസ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വീക്ക്ലി എക്സാംസും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ വീക്ക്ലി എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് പിന്നീട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു എക്സാം എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഭാവിയിൽ കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള ഫീച്ചേഴ്സ്. പിന്നെ
ഇനിയിപ്പം നോർമൽ നമ്മുടെ ആപ്പ് ക്ലാസ്സസ് അല്ലെങ്കിൽ ബാച്ചസ് പർച്ചേസ് ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്കുള്ള ഒരു ഡൗട്ടാണ്. അതായത് നോർമലി ഇപ്പം എന്താണ് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ എന്നുള്ള രീതിയിൽ നമ്മുടെ ആപ്പ് ക്ലാസ്സസ് പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ ഫാൽക്കണിൻ്റെ ബാച്ചും കൂടി കാണുക? അപ്പോൾ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാൽക്കണിൻ്റെ ബാച്ച് അല്ലെങ്കിൽ ഫാൽക്കണിൻ്റെ ക്ലാസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹോളിഡേയ്സിലൊക്കെ ആയിരിക്കും. അതായത് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങളുടെ നോർമൽ ക്ലാസ്സസിനെ ഒട്ടും തന്നെ എഫക്ട് ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു ഫാൽക്കൺ ബാച്ച് നിങ്ങൾക്ക് പാരലലി തന്നെ റൺ ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ഫാൽക്കൺ ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂപ്പൺ കോഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഈ ഒരു വിവരം ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. മിസ് എന്തായാലും അവിടെ നിങ്ങളെ കാത്ത് ഫാൽക്കൺ ബാച്ചിൽ ഉണ്ടാവും. സീ യു ഓൾ ദെയർ.